എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എൻ്റെ അമേരിക്കൻ വ്ളോഗ്സ്. അപ്പോൾ ഇത് നമ്മുടെ കാൻകുൺ മെക്സിക്കോ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് വരും കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് മൈ കാൻകുൺ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ തന്നെ എയിം വന്നിട്ട് ചെറുതായിട്ടൊന്ന് റെഡിയായി. ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. ഇനിയൊരു സാധനം കാണിച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഫോറസ്റ്റിന് നടക്കുകയാണ്. അപ്പോൾ നോക്കി ഇവിടെ കുറേ ഇങ്ങനെ കുറേ റെപ്റ്റൈൽസും പിന്നെ കുറേ ജീവികളൊക്കെ ഇന്നലെയും കണ്ടു. ഇതൊക്കെ ദേ ഇവിടെ കാണുന്ന ആനിമൽസ് നമ്മൾ ഇതിനെയാണ് കണ്ടത്, ഇതിനെ കണ്ടതെന്നുണ്ട്. ഇതിനെയും കണ്ടു. കയോടി നമുക്ക് ശ്രദ്ധിച്ച് കേട്ട ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ വഴിയിട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ചൊരു ബുഫേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. അപ്പോൾ അവിടെ കുറേ ഒരു 9 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും പോയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ വെച്ച് ബുഫേന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത് എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. പിന്നെ മെക്സിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ചീസും കാര്യങ്ങളൊക്കെ കേട്ടോ. നെക്സ്റ്റ് ട്രിപ്പ് ചൂറോസ് സ്ട്രോബെറി സ്മൂത്തി എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നു. ബീച്ചിൽ ആൾക്കാരൊന്നും അധികം അപ്പോൾ വന്നിട്ട് തുടങ്ങിയിട്ടില്ല. നല്ല കാറ്റാണ് കേട്ടോ, എപ്പോഴും കാറ്റാണല്ലോ ബീച്ചിൻ്റെ സൈഡിൽ, നല്ല രസമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊന്ന് ചുമ്മാ ഇങ്ങനെ കാണാൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളും ബീച്ചിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞങ്ങളും ബീച്ച് സൈഡിലെത്തി. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് മുഖത്ത്. അപ്പോൾ നമ്മൾക്ക് ബീച്ചിലേക്കുള്ള ടവൽസൊക്കെ നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടാവും. ഈ എല്ലാവരുടെ കയ്യിലും ഒരേപോലത്തെ ടവൽ കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് റൂമിൽ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കൊണ്ടുവരും. കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇറങ്ങി പൂളിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ലഞ്ച് കഴിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ ബീച്ച്. വലിയ വേവ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സൈഡിൽ തന്നെയായിട്ട് നമുക്കവർ ജ്യൂസൊക്കെ അടിച്ച് തരും. അപ്പോൾ നമുക്ക് ഏത് ജ്യൂസാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആൻറ്റി ഏജിങ് ജ്യൂസാണ് സെലക്ട് ചെയ്തത്. അതെന്ന് പറയുമ്പോൾ കുറേ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് അടിച്ചൊരു ജ്യൂസാണ്. അടിപൊളിയാട്ടോ. ഈ ബീച്ചിന് നല്ല വേവ്സ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ബിഗ് വേവ്സ് ഉണ്ടായിരുന്നു. ഞാനും അഖിൽ ചേട്ടനും കൂടിയിട്ട് അങ്ങോട്ട് എട്ടത്തേക്ക് പോയിട്ട് അവിടെ ഞങ്ങൾ കൈ പിടിച്ചിട്ട് വേവ്സിൻ്റെ അപ്പം ഇങ്ങനെ നിന്ന് ചാടി ഇങ്ങനെ വേവ്സ്. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോകും. ചില സമയത്ത് നമ്മളിങ്ങനെ വേവ്സ് ഇങ്ങനെ അടിച്ചിട്ട് എന്നെ ഒരു പ്രാവശ്യം അതിൽ അടിച്ചിങ്ങനെ ഇട്ട് വേവ് എനിക്ക് അതിൻ്റെ ഒപ്പം ചാടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ തെറിച്ച് പോയി. പക്ഷേ അടിപൊളിയായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിൻ്റെ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരേ സമയത്ത് ഒരേ ഈവൻസൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 മണി നേരത്ത് ഇവിടെ ഒരു പൂൾ എക്സസൈസ് ഇവിടെ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പൂളിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇവർ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ടീമിൽ കുറച്ച് പേര് ഇവിടെ വന്നിട്ട് നമുക്ക് എക്സസൈസ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അതുപോലെ നമ്മൾ ആ വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണം. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും പിന്നെ ഷൂട്ടൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങളും വെള്ളത്തിലിറങ്ങി അവരുടെ കൂടെ അതൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പൂളിൽ തന്നെയാണ്. അപ്പോൾ പൂളിൽ നമുക്ക് ഈ സെൻട്രലായിട്ട് നമുക്ക് ജ്യൂസും ഡ്രിങ്ക്സൊക്കെ സെർവ് ചെയ്യണ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ജ്യൂസൊക്കെ മേടിച്ച് കഴിക്കാം. എന്നിട്ട് പൂളിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിക്കാം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് വോളിബോൾ കളിക്കാം. അതും ഉണ്ട് അവിടെ. പിന്നെ അവിടെ സൈഡിൽ കൂടെ വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര കുറേ ഫണ്ണി ആയിട്ടുള്ള ഗെയിംസൊക്കെ കുറേ ചെയ്തായിരുന്നു അവിടെ. അതൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പൂളിൽ നിന്ന് കയറി കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ വന്നു. ലഞ്ച് ഞങ്ങൾ ബർഗറും ഫ്രൈസൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ ബഫല്ലോ ചിക്കൻ വിങ്സും കഴിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ മറന്നുപോയി. ഫോട്ടോ കണ്ടപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ്, നല്ല ഫ്ലേവേർഡ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ഡ്രിങ്ക്സൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ വീണ്ടും പോയി. എന്നിട്ട് അവിടെ ബീച്ച് ചെയറിൽ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബീച്ചിലൊക്കെ കളിച്ചിട്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറക്കം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ചൂസ് ചെയ്തത് ഒരു മെക്സിക്കൻ തീമിലുള്ള മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഒരേ സമയത്തും ഫുഡ് കഴിക്കുമ്പോൾ ഓരോന്നും ഇപ്പോൾ 9 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈവനിങ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തായാലും റിസർവ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത് ഒരു മെക്സിക്കൻ തീമിൽ മെക്സിക്കൻ ഫുഡുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ നല്ല ടാക്കോസും അടിപൊളിയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾക്ക് അവർ ഈ ടോട്ടില ചിപ്സും 2-3 തരം സോസുകളും സെർവ് ചെയ്തു. അതിൽ ഒരെണ്ണം നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട നല്ല സോസായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നത്. നമുക്ക് പോലും കഴിക്കുമ്പോൾ ഭയങ്കര എരിവായിട്ട് തോന്നി. പക്ഷേ അടിപൊളിയായിരുന്നു നല്ല. പിന്നെ ഞങ്ങൾ 2 തരം ടാക്കോസ് ഓർഡർ ചെയ്തു. അതും സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ റിസോർട്ടിൽ തന്നെ ഗിഫ്റ്റ് ഷോപ്പിൽ വന്നു. അപ്പോൾ അവിടെ കുറേ കളർഫുൾ മെക്സിക്കൻ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെയാണ് ഞങ്ങൾ ഈ പുഴുവിൻ്റെ ഡ്രിങ്കൊക്കെ കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പുഴുവിൻ്റെ ഡ്രിങ്കിന് എത്ര രൂപ ചെയ്തിട്ടില്ലേ? $41 ചെറിയ ബോട്ടിൽ പുഴുവിന് വെച്ചിട്ട് ഡ്രിങ്ക്. തേളിൻ്റെ ഡ്രിങ്ക് $41. പിന്നെ അന്ന് രാത്രി നമ്മുടെ പൂളിൻ്റെ സൈഡിലായിട്ട് ആണ് അന്ന് രാത്രി ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ടീമിലെ പിള്ളേരെത്തിയെന്നാണ് കേട്ടോ അഖിൽ ചേട്ടൻ പറയണത്. അപ്പോൾ നമ്മുടെ ഈവനിങ് ഇവൻ്റ് തുടങ്ങി. അപ്പോൾ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് ഓഡിയൻസിൽ നിന്ന് 2 പേരെ വിളിച്ചിട്ടുപോയി. അപ്പോൾ അഖിൽ ചേട്ടനെ വിളിച്ചിട്ടുപോയി. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പോണതെന്നൊന്നും അറിയില്ല. ചുമ്മാ അങ്ങോട്ട് വിളിച്ചിട്ട് പോയപ്പോൾ അങ്ങോട്ട് പോയത്. അപ്പോൾ അവർ ചെയ്യണ പോലെയൊക്കെ ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഡാൻസ് പരിപാടിയായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടോട്ടാ. Yes. Okay.
ഇനി ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു 2 ടീം തമ്മിലുള്ള കോമ്പറ്റീഷനായിട്ട് ഡാൻസ് കോമ്പറ്റീഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഡേ 3 ആയിട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എനിക്കുള്ള അപ്പോൾ ഞങ്ങൾക്ക് 7:15 നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഹാഷ് ബ്രൗൺസ്, ഓംലെറ്റ്, യോഗർട്ട്, ഫ്രൂട്ട്സ്, പിന്നെ നല്ല ചൂട് ക്രോസാൻ. നിങ്ങൾ കഴിക്കട്ടെ. ജ്യൂസ് ഉണ്ട് കേട്ടോ, ജ്യൂസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഐല മുഹേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഈ മെക്സിക്കൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾ ആഡ് ചെയ്ത ഒരു ട്രിപ്പാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യണ പോലെ ഇവിടെയും നമുക്ക് ചെക്ക് ഇനൊക്കെ ചെയ്യണം. എന്നിട്ട് നമുക്ക് അവർ ടിക്കറ്റൊക്കെ തരും. അതുകൊണ്ടാണ് നമ്മൾ കാറ്റമറൻ ബോട്ടിലായിട്ട് നമ്മൾ പോകണം. അതിലൊക്കെ കയറാം. ഇതിപ്പോൾ നമ്മൾ കയറാനായിട്ട് നിൽക്കുകയാണ്. അവർ നമ്മളിൽ നിന്ന് ടിക്കറ്റൊക്കെ മേടിച്ചിട്ടാണ് നമ്മളെ കയറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ കാറ്റമറൻ സെയിലിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐല മുജേഴ്സിലേക്ക് എത്താനായിട്ട് 2 hours ഉണ്ട് കേട്ടോ. അപ്പോൾ 2 hours വൺ വേ ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നല്ല ദൂരമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ബോട്ടിൽ ഒരു ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ നമുക്ക് റിട്ടേൺ ചെയ്യണ സമയത്ത് നമുക്ക് ഫോട്ടോസൊക്കെ തരും. നമ്മൾ പേ ചെയ്യണം കേട്ടോ, അത് എക്സ്ട്രാ ആണ്. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കണതൊരു നെറ്റ് പോലത്തെ ഒരു സാധനത്തമ്മയാണ്. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആട്ടോ. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് എങ്ങനെയത് നമ്മൾ ഹോൾഡ് ചെയ്യാമെന്ന്. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്.
അപ്പം നമ്മൾ ഐല മഹേഴ്സിലേക്ക് പോണ വഴിയിൽ അവർ സ്നോർക്കലിംഗ് ഒക്കെ ഉണ്ട്, ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി കേട്ടോ സ്നോർക്കലിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്വിമ്മിങ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഗ്യാസ് സിലിണ്ടറൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നല്ല സ്വിമ്മിങ് ഒക്കെ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ കുറേ പേരൊക്കെ ബോട്ടിൽ തന്നെ നിന്നു, കുറേ പേരൊക്കെ ഇറങ്ങി. എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കുറേ സ്വിം ചെയ്ത് ഒരു സ്ഥലം വരെ പോകണം, അങ്ങനെയാണത്. അപ്പോൾ എന്നിട്ട് നമ്മൾ വന്ന ബോട്ട് അവർ എന്നിട്ട് ടേൺ ചെയ്ത് അവർ നീന്തി എത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും, അങ്ങനെയാണ് കേട്ടോ അത്. അപ്പം ഞാനൊന്നും ഇറങ്ങിയില്ല, പക്ഷെ കുറേ പേരൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഐല മുഹേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നമുക്ക് നല്ല ബീച്ചിൻ്റെ കളറൊക്കെ കണ്ടാവും, ലൈറ്റ് ബ്ലൂവും ഇങ്ങോട്ട് അറ്റത്തേക്ക് വരുമ്പോൾ ഡാർക്ക് ബ്ലൂവും അങ്ങനെ കേട്ടോ. നല്ല കുറേ ഇതുപോലെ ഞങ്ങൾ വന്ന പോലെ കുറേ കാറ്റമറൻസ് ഇങ്ങനെ ഇവിടേക്ക് വരുന്നുണ്ട്, കുറേ ആൾക്കാർ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഞ്ചൊക്കെ ഒരു സ്ഥലത്ത് അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, കൂടുതലും മെക്സിക്കൻ ടൈപ്പായിരുന്നു, ടാക്കോസൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറേ ഗിഫ്റ്റ് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കളർ ബ്രെയ്ഡ് ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ കളർ ബ്രെയ്ഡും മസാജൊക്കെ ചെയ്യണ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ചെയ്തു. നല്ല ഭംഗിയിലത് വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ തലമുടി ബ്രെയ്ഡൊക്കെ ചെയ്തു. ഇങ്ങനെയുണ്ട്. നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് ഇനി വീണ്ടും തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐലൻഡിൽ ഇറങ്ങിയപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ആ ബോട്ടിലെ ആൾക്കാർ പറഞ്ഞത് നമുക്ക് ഈ ഐലൻഡിൽ ഇപ്പോൾ 2 hours സ്പെൻഡ് ചെയ്യാമെന്നാണ്. എന്നിട്ട് നമ്മൾ എവിടെയാണ് ഇറക്കിയത് അവിടേക്ക് തന്നെ തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ വേറെ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുപോവാണ്. അത് നമ്മൾക്ക് കൂടുതൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള, മെയിൻലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു സ്പോട്ടിൽ കൊണ്ടുവന്നിരിക്കുക. ആദ്യം തന്നെ ഞങ്ങൾ ഈ നമ്മുടെ ബർത്ത് മന്ത്സ് അനുസരിച്ച് നമ്മുടെ ജ്വല്ലറീസൊക്കെ കിട്ടില്ലേ, ആ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് അവിടേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ, കുറേ കളേഴ്സിലും. എൻ്റെയൊക്കെ അവർ കാണിച്ചു തന്നൊരു ഗ്രീന്. നമ്മളൊരു മെക്സിക്കൻ ടൗണിലേക്ക് വന്നിരിക്കുക. ഈ മെക്സിക്കക്കാരുടെ എല്ലാതും ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. എല്ലാതും ഇപ്പോൾ ജ്വല്ലറീസ് ആയാലും ബാഗ്സ്, ടീഷർട്ട്സ് ഒക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ഇങ്ങനെ നല്ല വർക്ക്സൊക്കെ ആയിട്ടുള്ള നല്ല പീസസുകളുണ്ട് അവിടെ, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. പിന്നെ കുറേ ബീഡ് വർക്ക്സൊക്കെ ആയിട്ടുള്ള മാലകളും കൈച്ചെയിന്, കമ്മൽ, പിന്നെ അതേ ബാഗ്സൊക്കെ കണ്ടോ നല്ല ത്രെഡ് വർക്ക്സിലൊക്കെയുള്ള. പിന്നെ ഞങ്ങൾ ടീഷർട്ട്സൊക്കെ വാങ്ങിച്ചു. ഈ കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ ടീഷർട്ട്സൊക്കെ വാങ്ങിച്ചത്. നല്ല ടീഷർട്ട്സൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മാഗ്നറ്റ്സും വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബോട്ടിൽ കയറാം. ഇപ്പം നമ്മുടെ ഐല മുഹേഴ്സ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അവിടെ വന്നവിടെ തന്നെ എത്തിയിട്ട് അവിടെ നിന്ന് നമുക്കൊരു കാറുണ്ടാവും നമ്മൾ പിക്ക് ചെയ്യാൻ. എന്നിട്ട് നമ്മളെ റിസോർട്ടിൽ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിൽ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തി. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിൽ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ഡിന്നറൊക്കെ ആയിരുന്നു, നല്ല വൈബിൽ. കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് അവർ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റ് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റായിരുന്നു അപ്പോൾ എപ്പോഴും റെസ്റ്റോറൻറ്റിലേക്ക്. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്, നല്ല വൈബ് ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഡിന്നർ കഴിക്കാൻ.
ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേയുടെ ലാസ്റ്റ് ഡിന്നറാണ്. നല്ല ചെത്തിപ്പൂവൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒരു ടേബിൾ. നല്ല അടിപൊളി ഡിന്നറായിരുന്നു കേട്ടോ അന്നത്തെ. ഞങ്ങൾ സ്പിനാച്ച് റവയോളി കഴിച്ചു, പിന്നെ പ്ലാന്റെയിൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടർ കഴിച്ചു, പിന്നെ സാൽമൺ സ്റ്റേക്ക്, ഇതുപോലത്തെ ഡെസേർട്ട്സ് അടിപൊളിയായിരുന്നു. മോർണിംഗ് ഗായ്സ്, ഞങ്ങളിന്ന് റിട്ടേൺ ചെയ്യാണ്. ഇപ്പോൾ സമയം 4 മണി രാവിലെ 4:30 ആയിട്ടാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ബർഗർ, ഓംലെറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, ബേക്കൺ, വെജിറ്റബിൾ സൂപ്പ്, ഇത് പുഡിംഗ് ആണ്, പിന്നെ ഫ്രൂട്ട്സ്, കാപ്പി, മിൽക്കാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടായ കാറ്റലിനിയ റോയൽ ടുലിമിനോട് താറ്റ പറഞ്ഞ്, കാൻകിനോട് താറ്റ പറഞ്ഞ്, മെക്സിക്കനോട് താറ്റ പറഞ്ഞ് ഞങ്ങൾ US-ലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. നല്ല അടിപൊളി വെക്കേഷനായിരുന്നു. നല്ല പ്ലസൻറ്റ്, നല്ല വെതറൊക്കെ ആയിരുന്നു. അതോടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി വെക്കേഷനായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഈ കാൻകൂൺ മെക്സിക്കോ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ.